പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഈ മാസം 15-ന് ആരംഭിക്കും. പമ്പാ മണപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഭദ്രദീപം കൊളുത്തുന്ന ആധ്യാത്മിക സമ്മേളനം 22 വരെ നീണ്ടു നിൽക്കും. നിരവധി സന്യാസി ശ്രേഷ്ഠരും ആധ്യാത്മിക സാംസ്കാരിക നേതാക്കളും വിവിധ കാര്യക്രമങ്ങളിൽ സന്ദേശങ്ങൾ നൽകും. പുണ്യനദിയായ പമ്പയുടെ തീരവും ആധ്യാത്മിക ശീലുകൾക്ക് കാതോർക്കാനൊരുങ്ങുന്നു. 114ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഈ മാസം 15 മുതൽ 22 വരെ പമ്പാ തീരത്ത് നടക്കും. തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. വാഴൂർ മഠാധിപതി ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും ഉദ്ഘാടനത്തിൽ ഭാഗമാകും. വിവിധ ദിവസങ്ങളിലായി ആധ്യാത്മിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരുടെ പ്രഭാഷണ പരമ്പരയും നടക്കും. ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 8 ദിവസത്തെ പരിഷത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ ഉദ്ഘാടന സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് സന്യാസി ശ്രേഷ്ഠനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നൊക്കെ ഉദ്ഘാടന സമ്മേളനത്തിൽ വ്യത്യസ്ത വിഭാഗത്തിൽ അത് സാംസ്കാരിക നായകന്മാര്, രാഷ്ട്രീയ നായകന്മാര്, അതേപോലെ തന്നെ മറ്റ് ഹിന്ദുമത സംഘടനകളുടെ നേതാക്കൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനം നടക്കും. അതേപോലെ തന്നെ അയ്യപ്പ ഭക്ത സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്, വനിതാ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി കാർഷിക സമ്മേളനം ഒരു ദിവസമുണ്ട്. ആചാര്യന്മാരെ അനുസ്മരിക്കുന്ന ആചാര്യ സമ്മേളനം നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികൾ നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 22-ന് സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്ര പാർലമെന്ററി നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. വർക്കല ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അന്ന് വൈകിട്ട് 6-ന് പമ്പ ആരതിയും 8-ന് മഹാ ആരതിയും നടക്കും. ജനം, പത്തനംതിട്ട.